السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ലാ ഹസദ ഇല്ലാ ഫി ഇസ്നതൈൻ. രണ്ട് കാര്യത്തിലല്ലാണ്ട് ഹസദ് വെക്കാൻ നല്ലല്ല, വെക്കാൻ പാടില്ല. രണ്ട് കാര്യത്തിൽ മാത്രം ഹസദ് വെക്കുക. എന്ത് രണ്ട് കാര്യം? റജുലുൻ ആത്താഹുല്ലാഹുൽ ഖുർആന ഫഹുവ യഖൂം ബിഹി ആനാ അല്ലൈലി വ ആനാ അന്നഹാർ. ഒരാൾ അള്ളാഹു ഖുർആൻ പരിപാടി കൊടുത്തറ, അയാൾ നിരന്തരമായിട്ട് ജാവും പോലായിട്ട് ഖുർആൻ ഇങ്ങനെ ഓതിണ്ടിക്കിടും. അപ്പോൾ അങ്ങനെ ഉള്ളതായ ഒരാളെ കണ്ടിട്ട് നമുക്ക് അസൂയ വെക്കുക, ഹസദ് വെക്കുക. റജുലുൻ ആത്താഹുല്ലാഹു മാലൻ, ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തറ, ഫഹുവ യുംഫിഖുഹു ആനാ അല്ലൈലി വ ആനാ അന്നഹാർ. അയാൾ ജാവും പോലായിട്ട് ആ കാസിനെ അയാളിങ്ങനെ ചിലവാക്കേണ്ടിക്കിടും. അപ്പോൾ അയാളെ കണ്ടിട്ടും ഹസദ് വെക്കാണ്ട്. ഇവിടെ ഹസദ് കൊണ്ടുള്ള ഉദ്ദേശം പിന്നെ ഞങ്ങളെ സാധാരണ മനുഷ്യരെ ചീത്ത സ്വഭാവമായ ആ ഹസദല്ല. അത് ഹസദ് ചെന്നെങ്കിൽ സവാലുൻ നിഅമത്തി അനിൽ മഹസൂദിൻ്റെ ഒരു അസൂയ. അത് ഒരാൾക്ക് അള്ളാഹു ഒരു നിയമത്ത് കൊടുത്തിട്ടുണ്ടായി, ആ നിയമത്തിനെ കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് ചെന്നെങ്കിൽ അത് നീങ്ങി കിട്ടണം, അവൻ്റെ തൊട്ടത് നീങ്ങി കിട്ടണം, അത് നക്ക് പറഞ്ഞു, അതായിരിക്കണം അസൂയ. അതല്ല ഇവിടെ ഉദ്ദേശിക്കണേ. അത് തീരാ ഇവിടെ കൊതിക്കടായിരിക്കരുത്. വളച്ചവനെ അയാൾക്ക് നീ ഖുർആൻ പിന്നെ ഓതവും ഭാഗ്യം കൊടുത്തല്ലേ, അതുപോലെ നക്കും ഭാഗ്യത്താണ്ട് ഇങ്ങനെ കൊതിച്ചല്ലേ, നക്കും ഭാഗ്യം കിട്ടി എത്താൻ നല്ല ഇങ്ങനെ കൊതിക്കടെ. അപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കടെ ആൾമാരെ കണ്ടിട്ട് നമുക്ക് എന്താക്കുക, അങ്ങനെ ആശപ്പെടാം. അത് നല്ലതായിരിക്കരുത്. ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ആശയ്ക്ക് തീരാം. നമുക്ക് ഖുർആൻ ഓതിയിട്ടുള്ള ഒരാളെ കണ്ടിട്ട് പഠിച്ചവനെ അങ്ങനെയുള്ളതായ ഒരു ഭാഗ്യം നക്കും നക്ക് ഖുർആൻ ഓതുക ഒന്നില്ലണ്ടല്ല, നക്ക് അങ്ങനെ ഓതുക ഫുർസത്ത് കിട്ടിയിട്ടില്ലല്ലേ, അല്ലെങ്കിൽ ഓതുക മനസ്സ് കിട്ടിയിട്ടില്ലല്ലേ, നക്കും അങ്ങനെ ഒരു മനസ്സ് നക്കും ആ ഖുർആൻ്റെ ഒട്ട ഒരു ടേസ്റ്റ് ചെന്ത് കിട്ടിയെങ്കിൽ അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടിയെങ്കിൽ എത്ര നല്ല ഇങ്ങനെ കൊതിക്കുക. അതായിരിക്കും ഇവിടെ കൂടെ ഉദ്ദേശിക്കണേ. പിന്നെ ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തറ, സമ്പത്ത് നക്കും തന്നിട്ടിരിക്കും, പക്ഷേ ചിലവാക്കും മനസ്സ് തന്നിട്ടില്ലല്ലേ. അപ്പോൾ അയാൾക്ക് ചിലവാക്കും അള്ളാഹു മനസ്സ് കൊടുത്തറല്ലേ. അതുപോലെ നക്കും സമ്പത്ത് തന്നിട്ട് നക്കും ഒരു അതിൽ ചിലവാക്കുള്ളതായ ഒരു നല്ല സൽബുദ്ധി തന്നിട്ട് എത്ര നല്ല ഇങ്ങനെ കൊതിക്കടേ, അത് നല്ലതായിട്ടിരിക്കടേ. അപ്പോൾ ഖുർആൻ ഓതുന്നതും സ്വതക്ക ചെയ്തതും അങ്ങനെ അത്തരത്തിലുള്ള ആൾമാരെ കണ്ടിട്ട് നമുക്കും അങ്ങനെ ആയിക്കിട്ടെ നല്ല ചെല്ലത് ഞങ്ങൾ കൊതിക്കെടുത്ത് വളരെ നല്ലതായിരിക്കും. ബഹുമാനപ്പെട്ട തൊബ്രാനി തന്നെ മൂജബുൽ കബീറിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും, മൻകറ അശ്റ ആയാത്തിൻ ഫി ലൈലത്തിൻ കുതിബലഹു കിൻതാറുൻ. ഒരാൾ ജാവു 10 ആയത്ത് ഓതിത്ത്, 10 ആയത്ത് ഖുർആൻ ഓതിത്ത് എങ്കിൽ അയാൾക്ക് കിൻതാർ കൂലി നൽകപ്പെട്ടിട്ടുണ്ട്. കിൻതാർ എന്നാൽ കൂമ്പാര ഒരു റാശി കൂലി. വൽ കിൻതാറു ഖൈറുമിന ദുനിയാ മാഫിയ ആയത്ത്. ഒരു കിൻതാർ ചെന്നെങ്കിൽ ദുനിയാവിടെ ഉള്ളതായ സർവ്വതരക്കാർ ഹൈറായിട്ട് കിട്ടും. അപ്പോൾ ജാവു ഉദ്ദേശിക്കടെ ഖുർആൻ ഓതര ചെന്നെങ്കിൽ ജാവു തഹജ്ജുദ് എഞ്ചിട്ട് ഒരു 10 ആയത്ത് ഓതരെ. 10 ആയത്ത് ഓതവർ കഷ്ടത്തില്ല, ഒരു ഫാത്തിഹ ഓതെങ്കിൽ 7 ആയത്തുണ്ടത്. അപ്പോൾ അങ്ങനെ തഹജ്ജുദ് എഞ്ചിട്ട് ഖുർആൻ ഓതരുത്. അങ്ങനെ ഓതരുത് അവന് ഒരു 10 ആയത്ത് ഓതെങ്കിൽ ഒരു കൂമ്പാര ഒരു റാശി കൂലി കിട്ടും. ഒരു റാശി കൂലി അല്ലെങ്കിൽ അത് ദുനിയാവിനാട്ടി ഹൈറായിട്ട് ദുനിയാവുള്ളത് സർവ്വതനാട്ടി അയാളെ ഹൈറായിട്ട് കിട്ടും. യഖൂൽ റബ്ബുക അസ്സ വജല്ല, നിൻ്റെ റബ്ബു നാല് ആഖിറത്തിൽ സ്വർഗത്തിൽ നിന്നിട്ട് ചെല്ല എന്തേ ഇക്ര വർക്ക ബി കുല്ലി ആയത്തിൻ ദറജത്തൻ. ഓരോ ആയത്ത് നീ ഓതിയ പോലെ അതിലെ പിന്നെ ഓരോ ആയത്തിലെ തലയിൽ സ്വർഗത്തെ ഓരോരോ ദറജ ഉണ്ട്. സ്വർഗത്തിൽ ഓരോരോ ഗ്രേഡ് അള്ളാഹു ഉണ്ടാക്കി വെച്ചിട. ഒരാൾ ഒരായത്ത് ഓതെങ്കിൽ ആ ആയത്തിൽ കൂടെ ഒരു ഗ്രേഡിൽ നിന്ന് ഇന്നൊരു ഗ്രേഡിലേക്ക് അയാൾ മേലെ പത്തും. അപ്പോൾ ഞങ്ങൾ എത്ര ഖുർആൻ ഓതിര അത്തരം ഞങ്ങൾക്ക് ഓരോരോ ദറജങ്ങ ഓരോരോ ഗ്രേഡുങ്ങ സ്വർഗത്തിൽ കിട്ടും.
ഒരു ദരജ ഇന്നൊരു ദരജയിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് ഒരാകാശത്ത് ഇന്നൊരു ആകാശത്തിലേക്കുള്ള ഇടയിലുള്ളതായ ഡിസ്റ്റൻസിലാണ് ഇയാളെ വിശാലമായിട്ട് കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരാകാശത്ത് ഇന്നൊരാകാശത്ത് ഒരു ആകാശമേ എത്തിത്തുള്ളൂ ഒരു സയൻസിസ്റ്റുമാർ കണ്ടുപിടിച്ചിട്ടില്ല. അവിടെ ഇപ്പോൾ കാലം ഒരു ചന്ദ്രഗ്രഹത്തൊന്ന് പോയിരാറ്, പിന്നെ മംഗളഗ്രഹത്ത് പോകേണ്ട ചെല്ലാൻ ഇത്രയൊന്നും പോയിട്ടില്ല. ആയിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ കോടാനക്കോടി ആ ഗ്രഹത്തപ്പുറമായിട്ട് ആകാശമില്ലേ എങ്കിൽ ഖുർആൻ്റെ ഒരു ആയത്തിൽ നിന്നിട്ട് ഇന്നൊരായത്തിലേക്ക് ഒരു മനുഷ്യൻ ഓതുമ്പോൾ ഒരു ദരജയിൽ നിന്നിട്ട് ഇന്നൊരു ദരജയിലേക്ക് സ്വർഗത്തിൽ അവന് എന്താക്കട കാല വെക്കട എങ്കിൽ ആ സ്വർഗത്തെ ആ രണ്ട് ദരജയുടെ ഇടയിലുള്ളതായ ഡിസ്റ്റൻസ് ആകാശത്താട്ടിയാറ് ഒരാകാശം ഇന്നൊരു ആകാശത്താട്ടിയാറ് വിശാലമായിട്ട് കിടച്ചെന്നെങ്കിൽ എത്ര ഒരു വലിയ വിഷയമായിട്ട് ഖുർആൻ ഓതര ചെന്നെങ്കിൽ. അപ്പോൾ ഖുർആൻ്റെ ആ സ്വർഗത്തിലുള്ള ഓരോ ദരജയ്ക്ക് ഉള്ളതായ അർഹത്തെ ഖുർആൻ്റെ ഒരു ആയത്ത് ഓതിയതിൽ അർഹത്തായിട്ട് ഖുർആൻ എത്ര ഓതര അത്തരം സ്വർഗത്തിൽ ഉന്നതമായ ദരജ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയൊരു വിഷയമായിട്ട് അപ്പോൾ ഖുർആൻ്റെ നാ കടകണിച്ച് ഓതിയ ഖുർആൻ്റെ അഹ്ലുക്കാറാവണം. ഖുർആൻ യാറെ ഓതോ പ്രയത്നമാക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അത് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. ഖുർആൻ്റെ അഹ്ലുക്കാരിൽ അള്ളാഹു നാളെ പെടുത്തുന്ന അനുഗ്രഹിക്കട്ടെ. ധാരാളം ഖുർആൻ ഓതുകയും സദഖ ചെയ്യുമെല്ലാം അള്ളാഹു നമുക്ക് നല്ല മനസ്സ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി സ്വല്ലല്ലാഹു അലൈഹി